ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ആപ്ലിക്കേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് അടിപൊളി സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറയാൻ പോകുന്നത്. നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈദ് സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. അത് ഈ കണ്ടില്ലേ, ഈദ് ഫോട്ടോ ഫ്രെയിം 2025 എന്നുള്ള ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾ സെർച്ച് ചെയ്യുക. അത് ഫോട്ടോൻ്റെ ലോഗോ ജസ്റ്റ് നോക്കി വെച്ചോളി. ഒരാളെ ഒരു തൊപ്പിയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ. അത് ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് പരസ്യങ്ങളൊക്കെ വരും. ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പരസ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പരസ്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും അതേപോലെ അവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനും വരും. അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ആപ്ലിക്കേഷൻ ആയിട്ട് ഇത് ഫുള്ളായിട്ട് കണ്ടോളി. നല്ല അടിപൊളി ഫ്രെയിമുകളൊക്കെ ഇതിലുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഗാലറി ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരും. ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആഡ്സെൻസ് വരും കേട്ടോ. ആഡ്സെൻസ് വരുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇവിടെ മുകളിൽ ഭാഗത്ത് ക്ലോസിങ് ഓപ്ഷൻ വരും കേട്ടോ. ഒരു ഇൻറ്റ് മാർക്ക് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏത് കാറ്റഗറി വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പ്രൊഫൈൽ ഫ്രെയിം ആണെങ്കിൽ ഡിസൈനാണ് ഏത് വേണ്ടത് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഗാലറി സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഗാലറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോട്ടോസ് ഇതിൽ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ഏത് ഫോട്ടോസാണോ വേണ്ടത് അത് എടുക്കുക, അപ്ലോഡ് ചെയ്യാനുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ കൊടുത്ത് ഓക്കെ. അപ്പോൾ ഞാൻ ഫോട്ടോ കൊടുത്തിട്ട് ഇവിടെ പ്രോസസ്സിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ആഡ്സെൻസ് വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഒരു പരസ്യങ്ങളില്ലാതെ ഒരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഈ പരസ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ക്ലോസ് ചെയ്യാൻ ഓപ്ഷൻ വരും. ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഫ്രെയിം ഫുള്ള് സെറ്റായി നിങ്ങൾ വന്ന് കാണാൻ പറ്റും കേട്ടോ. കാണിച്ചു തരാം. കണ്ടില്ലേ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ക്രോൾ ചെയ്തിട്ട് മാറ്റി മാറ്റി വെക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഫ്രെയിം വേണമെങ്കിൽ ഇവിടെ താഴെ ഉണ്ടല്ലേ ഒരുപാട് ഫ്രെയിമുകളുണ്ട് അടിയിൽ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. പല മോഡലുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് വേണ്ട ഫ്രെയിം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടുന്ന് ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്തേണ്ട ആവശ്യമില്ല. അവിടെ ഓട്ടോമാറ്റിക് വരുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാം. ജസ്റ്റ് ഫോട്ടോ അപ്ലോഡ് കൊടുത്താൽ മാത്രം മതി. നമുക്ക് വേണ്ട ഫ്രെയിം ഇവിടെ സെലക്ട് ചെയ്യുക. ഒരുപാട് ഫ്രെയിമുകളുടെ അടിയിൽ പല മോഡലുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകൾ ഭാഗത്തല്ല താഴെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എഫക്റ്റ് ആഡ് ചെയ്യണം. താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനൊന്നും ചെയ്യുന്നില്ല. ഇതിൽ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഞാനത് തന്നെ സേവ് ചെയ്യുകയാണ്. അപ്പോൾ അടിഭാഗത്ത് ഡൺ എന്നുള്ള ഭാഗം കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആകുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, താങ്ക് യു.